ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. 10ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് +1 നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല. +1 അതിന് മുൻപ് തന്നെ നമ്മുടെ +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കൊമേഴ്സിൽ വരുന്ന ചില സബ്ജക്റ്റുകൾ. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വിഷയത്തിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയകൾ ഇതിലുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് +1ൻ്റെ ക്ലാസ്സിലേക്ക് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അറിയാവുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നോക്കാം. പലപ്പോഴും നമ്മൾ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ മാസ് മീഡിയാസിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഇന്ത്യയുടെ എക്സ്പോർട്ട് വർദ്ധിച്ചു, ഇന്ത്യയുടെ ഇമ്പോർട്ട് കുറഞ്ഞു, അതേപോലെ തന്നെ ഇന്ത്യയുടെ ബർത്ത് റേറ്റ് ചൈനയുമായിട്ട് വളരെ അടുത്ത രീതിയിലേക്ക് എത്തിയിരിക്കുന്നു, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 141 കോടിയിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ വാർത്തകൾ പത്രങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. കോവിഡിൽ ഇന്ത്യയുടെ എത്രയാണ് രോഗികൾ, എത്ര ആൾക്കാർ മരണപ്പെടുന്നു, എത്ര ആൾക്കാർ ചികിത്സയിലുണ്ട്, അതേപോലെ ലോകത്താകമാനം കോവിഡ് പടർന്നു പിടിക്കുന്നതിൻ്റെ ഒരു ഡാറ്റാസ് നിങ്ങൾ കണ്ടിരിക്കും. ഇത്തരത്തിലുള്ളൊരു ഡാറ്റാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു ചാപ്റ്ററാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ 2 ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ എക്കണോമിക് തോട്ട് എന്നും രണ്ടാമത്തെ ഭാഗം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും. ആ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം ദ 3 ലാംഗ്വേജസ്. ഞാൻ ഓൾറെഡി ബോർഡിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ലാറ്റിൻ, ഇറ്റാലിയൻ ആൻഡ് ജർമ്മൻ. ഇൻ ദ ലാറ്റിൻ വേർഡ് സ്റ്റാറ്റസ് ആൻഡ് ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റ ആൻഡ് ദ ജർമ്മൻ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. All these terms means that the political state. We already discussed the term meaning related to statistics. Now we are going to discuss about the definition related to the statistics. That definition given by the Professor Horace Christ. He says that statistics we mean aggregates of fact affected to a marked extended by multiplicity of causes, numerically expressed, enumerator or estimated according to the reasonable standard of accuracy, collected in a systematic manner for predetermined purpose and is placed in relation to each other. വലിയ ഡെഫിനിഷൻ ആയതുകൊണ്ട് എന്താണെന്നുള്ള കാര്യം ക്ലിയറായി മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്. ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ സെൻറ്റൻസിനർത്ഥം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ചില സത്യങ്ങളുടെ കൂട്ടമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട് എഫക്റ്റഡ് ടു എ മാർക്ക്ഡ് എക്സ്റ്റെൻഡഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ്. നമ്മളൊരു സത്യം അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ ആ സത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്യൂമറസ് ആയിട്ടുള്ള ഇൻസിഡൻസ് സംഭവങ്ങളുണ്ടാകണം. ഉദാഹരണമായിട്ട് പറയാം, വട്ടപ്പാറ എന്ന് പറയുന്ന വളാഞ്ചേരിക്കടുത്തുള്ള സ്ഥലം നിങ്ങൾക്കറിയാം. ആ ഒരു ഏരിയ ആക്സിഡൻ്റൽ സോൺ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നു. എന്താ കാരണം? അവിടെ ഒരു സത്യങ്ങൾ നടക്കുന്നുണ്ട്. എന്ത് സത്യമാണ്? ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ അവിടെ നടക്കുന്നു. ബാക്കി തിയറിയുടെ ബാക്കിയിലേക്ക് പോകാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട് അഫക്റ്റഡ് ടു എ മാർക്ക്ഡ് എക്സ്റ്റെൻഡഡ് ബൈ മൾട്ടിപ്ലിസിറ്റി ഓഫ് കോസസ് ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ്. ന്യൂമറിക്കലി എക്സ്പ്രസ് അവിടെ നടക്കുന്ന സംഭവങ്ങളെ സംഖ്യയുടെ രൂപത്തിൽ, എണ്ണത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സംഖ്യയുടെ രൂപത്തിൽ തിട്ടപ്പെടുത്തുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, വട്ടപ്പാറയിൽ ഏകദേശം ഒരു 1000-ഓളം ആക്സിഡൻറ്റുകൾ നടന്നിട്ടുണ്ട്. ന്യൂമറിക്കലി എക്സ്പ്രസ് 1000-ഓളം ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. ന്യൂമറിക്കലി എക്സ്പ്രസ് എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് അക്കോർഡിംഗ് ടു ദ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. നമ്മൾ എന്ത് കണക്ക് ചെയ്യുകയാണെങ്കിലും നമ്മുടെ റീസണബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം ആ ഡാറ്റ കളക്ട് ചെയ്യാൻ. അപ്പോൾ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി കളക്റ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഫോർ പ്രീ ഡിറ്റർമിൻ പർപ്പസ്. സിസ്റ്റമാറ്റിക് മാനർ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാനറിലാണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഡാറ്റകൾ കളക്ട് ചെയ്യേണ്ടത്. സിസ്റ്റമാറ്റിക് മാനർ ഫോർ പ്രീ ഡിറ്റർമിൻ പർപ്പസ് ആൻഡ് പ്ലേസ്ഡ് ഇൻ റിലേഷൻ ടു ഈച്ച് അതർ.
ഓരോന്നിൻ്റെയും നമ്മൾ എന്താവശ്യമാണോ മുന്നിൽ കണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ ഏതെല്ലാം മേഖലകളിൽ ആക്സിഡൻറ്റ് നടക്കുന്നു എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ആക്സിഡൻറ്റ് നടന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ഡാറ്റ വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഒന്നുകൂടി ഞാൻ പറയാം. സ്റ്റാറ്റിസ്റ്റിക്സ് വി മീൻ aggregates of fact affected to a marked extended by multiplicity of causes, numerically expressed, enumerated or estimated according to reasonable standard of accuracy and collected in a systematic manner for predetermined purpose. Definition കുറച്ച് വലുതാണ്. അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദ മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ദ മീനിങ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഐദർ യൂസ്ഡ് ഇൻ സിംഗുലർ സെൻസ് ഓർ പ്ലൂറൽ സെൻസ്. സിംഗുലർ സെൻസിലോ പ്ലൂറൽ സെൻസിലോ എന്ത് ചെയ്യാറുണ്ട്? മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാറുണ്ട്. ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിഡേഴ്സ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളാണ് ഏതിൽ വരുന്നത്? സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് അർത്ഥമാക്കിയത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ന്യൂമറിക്കൽ ഡാറ്റ. ഒന്നുകൂടി പറയാം. സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. ആ മെത്തേഡുകൾ ഏതെല്ലാം വരുന്നു? കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ന്യൂമറിക്കൽ ഡാറ്റ. എന്നാൽ പ്ലൂറൽ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺലി കൺസിഡർ ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ. ഓൺലി ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. സംഖ്യയുടെ രൂപത്തിൽ മാത്രമുള്ള ഒരു ഇൻഫർമേഷനാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദ ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ, ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, ദ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ചൈന, ദ എക്സ്പോർട്ട് ഓഫ് അവർ ഇന്ത്യ, ദ ഇമ്പോർട്ട് ഓഫ് അവർ ഇന്ത്യ. ഇതൊക്കെ ഒരു ന്യൂമറിക്കൽ ഡാറ്റാസാണ്. ഇത്തരത്തിലുള്ള ന്യൂമറിക്കൽ ഡാറ്റാസിനെ മാത്രമേ സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു രീതിയിൽ പറയുന്നുവെങ്കിൽ അതിൻ്റെ മീനിങ് ഏത് രീതിയിൽ പറയുന്നത്? പ്ലൂറൽ സെൻസിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്. സിംഗുലർ സെൻസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആണെങ്കിൽ പ്ലൂറൽ സെൻസിൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ടേം ഉണ്ട്, ഡാറ്റ. ഡാറ്റ ഈസ് എ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ. ന്യൂമറിക്കൽ ഇൻഫർമേഷൻ, സംഖ്യാരൂപത്തിലുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു സംഖ്യാരൂപത്തിൽ വരുന്ന ഇൻഫർമേഷനാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റാസിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ദ ഡാറ്റ വി ക്യാൻ മെഷറബിൾ ഇൻ ദ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഡാറ്റയെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റയെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ദ ഡാറ്റ മെഷേർഡ് വിത്തൗട്ട് ദ നമ്പേഴ്സ്. സംഖ്യയുടെ രൂപത്തിലല്ലാതെ ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വേർതിരിക്കുന്നുവെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയും. ദ ഡാറ്റ വി കനോട്ട് മെഷറബിൾ, ദ ഡാറ്റ വി ക്യാൻ ഐഡൻറ്റിഫൈ ബേസ്ഡ് ഓൺ ദ വേരിയബിൾസ് ഓർ ദ ക്വാളിറ്റീസ്. ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലോ വേരിയബിൾസിൻ്റെ അടിസ്ഥാനത്തിലോ എന്തെങ്കിലും ചില സിമിലാരിറ്റീസിൻ്റെ അല്ലെങ്കിൽ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വേർതിരിക്കുന്നെങ്കിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നും, എന്നാൽ ഡാറ്റകളെ സംഖ്യയുടെ രൂപത്തിൽ അളന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന രീതിയിലാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിന് എക്സാമ്പിളാണ് ദ ഇൻകം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ദ സ്ട്രെങ്ത് ഓഫ് അവർ ക്ലാസ് റൂം, the students, the desk and benches of our classroom. ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് എക്സാമ്പിളാണ്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ദ ഡാറ്റ വി കനോട്ട് മെഷറബിൾ, നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അത് ഏത് രീതിയിലാണ്? നമുക്കത് അതിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് ലവ്, അഫെക്ഷൻ, സ്നേഹം. എത്രത്തോളം സ്നേഹമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അതേപോലെ തന്നെ ജലസ്, ദേഷ്യം അല്ലെങ്കിൽ അസൂയ,
അത്തരത്തിലുള്ള അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത കുറേ ഇതുണ്ട്. അവയാണ് ഏതെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക്, ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവശ്യകത എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ എക്കണോമിക്സും ഇല്ല, എക്കണോമിക്സ് ഇല്ലാതെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റഡ് ആണ്. കാരണം എക്കണോമിക്സിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും ഒരു പരിധി വരെ സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? എക്കണോമിക്സിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഞാൻ കുറച്ച് പോയിന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിനു മുൻപ് നമുക്ക് ഒരു ഔട്ട്ലൈൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാം. എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് കുറേ തിയറീസ് ഉണ്ട്. ഡിമാൻഡ്, സപ്ലൈ, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻസ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, രാജ്യത്തിൻ്റെ പർച്ചേസിങ് പവർ, അതേപോലെ തന്നെ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്, കുറേ കാര്യങ്ങളുണ്ട്. ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അല്ലെങ്കിൽ എക്കണോമിക്സിലുള്ള പല സംഭവങ്ങളും അത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി വളരെ ഈസി ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ കഴിയും. നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ദ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിങ് ദ എക്കണോമിക് പ്രോബ്ലംസ്. ഒരു എക്കോണമിയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും ഒന്നുമില്ല, പരിധിയില്ല. പക്ഷേ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസോ വളരെ കുറവാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നത് എക്കണോമിക് പ്രോബ്ലം ഉണ്ട്. ഇത്തരത്തിലുള്ള എക്കണോമിക് പ്രോബ്ലംസ് ഒരു പരിധി വരെ സോൾവ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന മെത്തേഡിൻ്റെ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്നതോടുകൂടി, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന എന്ന വിഷയം നമുക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ഈ എക്കണോമിക്സിൽ വരുന്ന ഒരുവിധം പ്രോബ്ലംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയും. അതേപോലെ തന്നെ അടുത്തത്, ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ ഫ്യൂച്ചർ പ്ലാൻ. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായമുണ്ടെങ്കിൽ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്സ് വി ക്യാൻ മേക്ക് ദ ഫ്യൂച്ചർ പ്ലാൻ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഈ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ പൊസിഷൻസ് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യും, അത് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാം തുടങ്ങിയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ കണ്ടക്ട് ചെയ്യാം. അടുത്തതാണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ സ്റ്റഡി ദ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ജനറലി എക്കോണമിയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചർ, ഒളിഗോപ്പൊളി, മൊണോപ്പൊളിസ് കോമ്പറ്റീഷൻ, ഡിയോപ്പൊളി, ഡിയോപ്സണി, മൊണോപ്സണി, ഡിഫറെൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ +2 മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയുന്ന എക്കണോമിക്സിൻ്റെ ഭാഗങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് സെക്കൻഡ് ഇയറിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ എക്കണോമിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, എക്കണോമിക് മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാനും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. ഒപ്പം ദ വോളിയമസ് ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു എ ഫ്യൂ ഫിഗേഴ്സ്. ഇപ്പോൾ ഒരു നമുക്കറിയാം, ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന സംഭവം വന്നപ്പോൾ ലോകത്താകമാനം ജനങ്ങൾ മരണപ്പെടുന്നു, പലർക്കും അസുഖങ്ങൾ വരുന്നു, പലർക്കും രോഗവിമുക്തി നേടുന്നവരുടെ എണ്ണം കുറവും ധാരാളം. ഇന്ത്യയിൽ തന്നെ ഏകദേശം 1,75,000-ഓളം രോഗികളുണ്ടെന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ. ശ്രദ്ധിക്കുക. അപ്പോൾ ധാരാളം രോഗികൾ എന്ന് പറയുന്നതിലുപരി 1,70,000 ഒരു സംഖ്യയുടെ രൂപത്തിൽ 1,70,000 രോഗികൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച പോസിറ്റീവ് കേസുള്ള 1,70,000 ആൾക്കാർക്ക് രോഗം പിടിപെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ
അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിലൂടെ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഐഡിയ മനസ്സിലാകുന്നു. അല്ലാതെ നമ്മൾ ഇന്ത്യയിൽ കുറേ കോവിഡ് രോഗികളുണ്ടെന്ന് പറയുമ്പോൾ പലർക്കും അതിൻ്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. പലരും വിചാരിക്കുക എന്താ, ഒരു 10 ആളേ ഉള്ളൂ, അല്ലെങ്കിൽ 100 ആളേ ഉള്ളൂ, അല്ലെങ്കിൽ 1000 ആളേ ഉള്ളൂ എന്നത് മാത്രമേ അവരുടെ മനസ്സിലേക്ക് വരുള്ളൂ. എന്നാൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റയിലൂടെ പറയാണ് ഏകദേശം 1,70,000-ഓളം കോവിഡ് ബാധിച്ച രോഗികൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പറയുന്നു എന്നതാണ്. അതേപോലെ തന്നെ വി ക്യാൻ കമ്പയർ ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അവർ കൺട്രി. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഇൻഡെക്സിൽ ഇവിടെ പറഞ്ഞതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, നമ്മുടെ രാജ്യം എത്രത്തോളം പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു, എത്രണ്ണം ഇമ്പോർട്ട് ചെയ്യുന്നു, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവയുടെ കണക്കുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ദ ലാസ്റ്റ് ഇയർ ഇൻ 2019 ഇന്ത്യ എക്സ്പോർട്ടഡ് ഷുഗർ 10 എന്നൊക്കെ പറയുമ്പോൾ അതൊരു ക്ലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളായിട്ട് മാറുന്നു. നമുക്ക് ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ സൈഡിലേക്ക് പോവാം. ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൽ തുടക്കത്തിൽ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്, ഡെഫിനിഷൻസ്, അതിൻ്റെ സബ്ജക്റ്റിൻ്റെ ദ ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗോട്ടിഫൈഡ് അക്കാൻവെൽ. ഹീ ഈസ് എ ജർമ്മൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഗോട്ടിഫ്രൈഡ് അക്കാൻവെൽ ഇൻ 1749 1749 ജർമ്മൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ടുള്ള ഗോട്ടിഫൈഡ് അക്കാൻവെല്ലാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഗോട്ടിഫ്രൈഡ് അക്കാൻവെൽ, മറക്കരുത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മീനിങ് സിംഗുലർ സെൻസിൽ പറയാം, പ്ലൂറൽ സെൻസിൽ പറയുന്നുണ്ട്. ഇൻ സിംഗുലർ സെൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് കൺസിഡർ the statistical methods like collection, presentation, analysis and interpretation of the numerical data. Then plural sense it is only the quantitative information. ആ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഡാറ്റാസിനെ എന്ത് രീതിയിലേക്ക് മാറ്റുന്നു. ഡാറ്റാസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വി ക്യാൻ മെഷറബിൾ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ വി കനോട്ട് മെഷറബിൾ. നമുക്ക് വേരിയബിളിൻ്റെയോ ക്വാളിറ്റിയുടെയോ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഡാറ്റ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഉദാഹരണമായിട്ട് ബ്യൂട്ടി, ലവ്, അഫെക്ഷൻ തുടങ്ങിയതൊക്കെ അതിന് എക്സാമ്പിളാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിന് എക്സാമ്പിളാണ് ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്ത്, അല്ലേ? ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ദെൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിലുള്ള ഒരുവിധം എല്ലാ ഇൻസിഡൻസും, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്, അവിടുത്തെ ഫാക്ടറിയിലെ നമ്പേഴ്സ്, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ എണ്ണം, അതിലെ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സ്, റോ മെറ്റീരിയലിൻ്റെ എണ്ണം, എത്ര ഔട്ട്പുട്ട് വരുന്നു, അതെങ്ങനെ സെയിൽ ചെയ്യുന്നു, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും, എല്ലാ കാര്യങ്ങളും അത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് മിക്കവാറും ചെയ്യാറ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പം നമ്മൾ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന പോയിന്റുകളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്ററിൽ വളരെ എളുപ്പവുമാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ അടുത്തൊരു ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.